നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുമാറ്റിയ വനം വകുപ്പിന്റെ നടപടി നെറുകേടെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആളുകൾ കുടിയേറി കൃഷി ചെയ്ത് താമസിക്കുന്ന പ്രദേശമാണ് തൊമ്മൻകുത്ത്. ഇതിനുള്ള എല്ലാ തെളിവുകളും അവിടെയുണ്ടെന്നും CV വർഗീസ്. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി സ്ത്രീക്ക് പരിക്ക്. മുഖത്തിന് പരിക്കേറ്റ ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണു പരിക്കേറ്റതാണെന്ന് വനം വകുപ്പ്. ഇരുചക്രവാഹന യാത്രക്കാരെ പിന്നിൽ നിന്നും വന്ന വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട്. അപകടത്തിൽ ഇരട്ടയാർ സ്വദേശി ഷിജോ സെബാസ്റ്റ്യനും മകൾക്കും പരിക്ക്. 2023 ഏപ്രിൽ 20 ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്ത മൂന്നാർ ഇക്ക നഗറിന് സമീപമുള്ള MG നഗറിൽ സർവേ നമ്പർ 912 ഉൾപ്പെട്ട സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റി റവന്യൂ വകുപ്പ്. ഇപ്പോഴത്തെ നടപടി ഭൂമിയും വീടും ഏറ്റെടുത്ത നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് മുൻ MLA S രാജേന്ദ്രൻ. വിശദമായ വാർത്തകൾ. തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുമാറ്റിയ വനം വകുപ്പിന്റെ നടപടി നെറുകേടെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആളുകൾ കുടിയേറി കൃഷി ചെയ്ത് താമസിക്കുന്ന പ്രദേശമാണ് തൊമ്മൻകുത്ത്. ഇതിനുള്ള എല്ലാ തെളിവുകളും അവിടെയുണ്ടെന്നും CV വർഗീസ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രദേശം വനഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകിയ വണ്ണപ്പുറം വില്ലേജ് ഓഫീസറുടെ നടപടി തെറ്റാണ്. ജില്ലയിലെ ഭൂമിയുടെ കസ്റ്റോഡിയൻ എന്നത് ജില്ലാ കളക്ടറാണ്. വനംവകുപ്പിന് ഭൂമി സംബന്ധമായി എന്തെങ്കിലും രേഖ വേണമെങ്കിൽ DFO തലത്തിലുള്ളവർ ഇടപെട്ട കളക്ടറിൽ നിന്നുമായിരുന്നു വിവരം ശേഖരിക്കേണ്ടിയിരുന്നത്. വില്ലേജ് ഓഫീസറും റേഞ്ച് ഓഫീസറും ചേർന്നല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കുരിശ് പിഴുത സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിഷയത്തിൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CV വർഗീസ് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് വനം വകുപ്പിന് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വില്ലേജ് ഓഫീസർ കൊടുക്കാൻ ആവശ്യമില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഭൂമിയുടെ കസ്റ്റോഡിയൻ കളക്ടറാണ്. ഞാൻ കളക്ടറുടെ കാര്യം സംസാരിച്ചു. കളക്ടർ അങ്ങനെ റിപ്പോർട്ട് ചോദിച്ച് അല്ലെ വനം വകുപ്പ് ഫോറസ്റ്റ് കൺസർവേറ്ററോ ആരെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് വനം വകുപ്പ് ചോദിക്കേണ്ടത് കളക്ടറോടാണ്. കളക്ടറാണ് അത് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതല്ലാതെ കൊണ്ടൊരു വില്ലേജ് ഓഫീസറോട് ഒരു റേഞ്ച് ഓഫീസർ ചോദിക്കുക, കൊണ്ട് റേഞ്ച് ഓഫീസർ ഇതെല്ലാം കൂടെ തീരുമാനമെടുത്തിട്ട് വില്ലേജ് ഓഫീസർ കൊടുക്കുക. അത്തരം ചില പണി ജില്ല ഇതാണ് ഞങ്ങളുടെ ഇതെല്ലാം ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല ഇവിടെ ജണ്ട ഇട്ടതിന് 2.5 കിലോമീറ്റർ ഇപ്പറേ അതിക്രമിച്ചാണ് വനം വകുപ്പ് ഇപ്പൊ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ അവരിവിടുന്ന് വന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ അവർ പ്രത്യേകമായി നിവേദന സംഘം വന്നു, അവിടെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. അന്വേഷിക്കാൻ വേണ്ടി കളക്ടറെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്വേഷിക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. തികച്ചും നെറുകേടാണ് അവിടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്നതിനൊരു തർക്കമില്ല. വനംവകുപ്പിന്റെയും വില്ലേജ് ഓഫീസറുടെയും നടപടിക്കെതിരെ LDF പ്രതിഷേധം സംഘടിപ്പിക്കും. ഇതിൽ നിന്ന് CPI വിട്ടുനിൽക്കുകയാണ്. ഇത് അതാത് പാർട്ടികളുടെ ആഭ്യന്തര തീരുമാനമാണെന്നും CV വർഗീസ് പറഞ്ഞു. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി സ്ത്രീക്ക് പരിക്ക്. രാവിലെ തോട്ടം തൊഴിലിനായി പോകവേ ഇവർ കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. മുഖത്തിന് പരിക്കേറ്റ ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റതാണെന്ന് വനം വകുപ്പ് നൽകുന്ന വിവരം. മറ്റു തൊഴിലാളികൾക്കൊപ്പം ഷൈനിയും തോട്ടം തൊഴിലിനായി പോവുകയായിരുന്നു. ഏറ്റവും മുമ്പിലായിട്ടായിരുന്നു ഷൈനി നടന്നിരുന്നത്. റോഡിൽ നിന്നിരുന്ന ആനയെ ഷൈനി കണ്ടിരുന്നില്ല. ആനയുടെ മുമ്പിൽ അകപ്പെട്ടതോടെ ഷൈനി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആന തുമ്പിക്കൈകൊണ്ട് ആക്രമിച്ചതായാണ് മറ്റു തൊഴിലാളികൾ നൽകുന്ന വിവരം. ആക്രമണശേഷം ഇവിടെ നിന്നും ആന പിൻവാങ്ങി. സംഭവശേഷം പരിക്കേറ്റ ഷൈനിയെ മൂന്നാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ച ശേഷം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടാനകൾ പതിവായെന്നോണം ജനവാസ മേഖലയിൽ എത്തുന്ന സ്ഥിതിയുണ്ടെന്ന് മുൻ MLA AK മണി പറഞ്ഞു. அது எத்தனை முறை நம்ம சம்பந்தப்பட்ட அரசு அதிகாரிகளுக்கும் சர்க்காருக்கு இதை பற்றி தெரிவித்து கூட சரியான தக்கதான நடவடிக்கைகள் எடுக்க முடியல. எல்லாம் கம்பெனி எடுக்குன்னு சொல்றது மாத்திரம் ஆகாது. வனவிலங்குகளை பாதுகாக்கக்கூடிய சட்டம் உண்டாக்குறது சர்க்கார். அதே மாதிரி அந்த பாதுகாப்பிலிருந்து அந்த மிருகங்களை எந்த அளவுக்கு பாதுகாக்கின்றதோ அதுபோல் அந்த நாட்டில் அங்கே இருக்கக்கூடிய ஜனங்களையும் பாதுகாக்கிறதுக்குள்ள உரிமை
அது சர்க்காருக்கு இருக்கின்றது. ஆனால் அது சர்க்கார் ஏற்றுக்கொள்ளவில்லை. அதனால தோட்டம் தொழிலாளர்கள் வேலைக்கு போகிறது பெரிய ഭയமாக இருக்கக்கூடிய സൂழ்நிலைയാക്കി இருக்கு. അതേസമയം ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണാണ് തൊഴിലാളി സ്ത്രീക്ക് പരിക്കേറ്റതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷൈനി എന്ന് വിളിക്കുന്ന തോട്ടം തൊഴിലാളി രാവിലെ തോട്ടത്തിലേക്ക് പണിക്ക് പോകുമ്പോൾ ആനയുടെ മുന്നിൽ പെടുകയും ആന അവരെ ഓടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവർക്ക് വീണ് പരിക്ക് പറ്റിയിട്ടുള്ളതാണ്. മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സമയത്ത് ഈ റോഡിലൂടെ തനിച്ചാണ് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപകടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പനിയായിട്ടൊരു ഈ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ കല്ലാർ നല്ലതണ്ണി ഭാഗത്ത് ആന ഉണ്ടെന്നുള്ളത് കൃത്യസമയത്ത് തന്നെ അലർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മെസ്സേജ് വഴി അലർട്ട് കൊടുത്തിട്ടുള്ളതാണ്. കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുള്ള RRT സംഘം ആനകളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇരുചക്ര വാഹന യാത്രക്കാരെ പിന്നിൽ നിന്നും വന്ന വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. ഞായറാഴ്ച വൈകുന്നേരമാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടമുണ്ടായത്. ഇരട്ടയാർ സ്വദേശി ഷിജോ സെബാസ്റ്റ്യനും മകളും യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ പിന്നിൽ നിന്നും എത്തിയ ഇയോൺ കാർ ഇടിച്ച ശേഷം നിർത്താതെ പോകുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. കട്ടപ്പനയിലെത്തി തിരികെ ഇരട്ടയാറിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന തോപ്പിൽ ഷിജോ സെബാസ്റ്റ്യനും മകളും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തെയാണ് പിന്നാലെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചിട്ടത്. അപകടത്തിന് ശേഷം കാർ നിർത്താതെ അമിത വേഗതയിൽ ഇവിടെ നിന്നും ഓടിച്ചുപോയി. തുടർന്ന് ഇരുവരെയും 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് ഇതുവരെ ഇന്റിമേഷൻ എടുക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ലെന്ന് പരിക്കേറ്റ ഷിജോ സെബാസ്റ്റ്യൻ പറയുന്നു. അപ്പം ഞാനും എൻ്റെ മോളും കൂടെ കട്ടപ്പനയിൽ നിന്ന് ചെറിയ പർച്ചേസും കഴിഞ്ഞ് വെള്ളയാങ്കുടിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് പുറകിന്ന് ഹൈ സ്പീഡിൽ വന്നൊരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ വണ്ടി കുട്ടി വരഞ്ഞ് ഞാൻ തെറിച്ച് വീഴുകയും മോള് തെറിച്ച് വീഴുകയും ചെയ്തു. അതിനുശേഷം നമ്മളവിടെ ആൾക്കാരെല്ലാം കൂടി വണ്ടി നിർത്താതെ പോയി. ഞങ്ങൾ അതിനുശേഷം അവിടെ ആൾക്കാരുടെ എത്തുന്നുള്ള 20 ഏക്കർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ വിടുന്നത് കട്ടപ്പനയ്ക്ക് നമ്മൾ റെഫർ ചെയ്തു സെൻറ്റ് ജോൺസിലേക്ക്. അവിടെ വന്നിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അവിടുന്ന് പ്രൊസീജിയർ കിട്ടും. ഇവിടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ഇത്ര ദിവസമായി 2 ദിവസമായിട്ടും പോലീസ് ഇൻറ്റിമേഷൻ എടുക്കാനൊന്നും വന്നിട്ടില്ല. ഇത്ര ദിവസമായിട്ടും മറ്റു നിയമനങ്ങളൊന്നും ആയില്ല. അവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലാതെ ഇൻറ്റിമേഷൻ എടുക്കാൻ പോലും പോലീസുകാർ ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചപ്പോൾ പറഞ്ഞത് വണ്ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഷിജോയെയും മകളെയും അപകടത്തിൽപ്പെടുത്തിയ കാർ അമിത വേഗത്തിൽ ഇവിടെ നിന്നും കടന്നു കളയുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ മറ്റ് CCTV ക്യാമറകളൊന്നും പരിശോധിക്കുന്നതിന് പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. അപകടത്തിൽ ഷിജോയ്ക്ക് കാലിനും കൈക്കും പരിക്കേറ്റു. കൂടാതെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവുകളുമുണ്ട്. 16-കാരിയായ മകൾക്ക് കൈകാലുകൾക്കും കഴുത്തിനും പരിക്കേറ്റു. സംഭവം നടന്ന ഇത്ര ദിവസമായിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിനോടകം 30,000-ലധികം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചിലവും വന്നു. അപകടത്തിനിടയാക്കിയ കാർ കണ്ടെത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. 2023 ഏപ്രിൽ 20 ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്ത മൂന്നാർ റിക്ക നഗറിന് സമീപമുള്ള MG നഗറിൽ സർവേ നമ്പർ 912 ഉൾപ്പെട്ട സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റി റവന്യൂ വകുപ്പ്. ഭൂമിയും വീടും ഏറ്റെടുത്ത നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടി. മുൻ MLA S രാജേന്ദ്രനായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. 2023 ഏപ്രിൽ 20 MG നഗറിലെ ഭൂമിയും വീടും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്തത്. ഈ ഭൂമിക്ക് പട്ടയമുണ്ടെന്നും എന്നാൽ പട്ടയത്തിൽ തെറ്റായ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട മുൻ MLA S രാജേന്ദ്രൻ സബ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരിശോധനയിൽ രാജേന്ദ്രന്റെ കൈവശമുള്ള നമ്പറിൽ പട്ടയം നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തി. തുടർന്ന് അപേക്ഷ തള്ളി. ഇതേ തുടർന്ന് രാജേന്ദ്രൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ നൽകി. അപ്പീൽ തള്ളിയതിനെ തുടർന്നാണ് രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി കൂടി രാജേന്ദ്രന്റെ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റിയത്. സർവേ 912 പെട്ട ഒരു 8 സെന്റ് സ്ഥലം കയ്യേറിയതിന് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് ഒഴിപ്പിക്കാൻ ഉത്തരവാവുകയും 2023 ഏപ്രിൽ മാസത്തിൽ ആ സ്ഥലവും അതിലിരിക്കുന്ന കെട്ടിടവും ഒഴിപ്പിച്ച് സർക്കാർ കസ്റ്റഡിയിൽ എടുത്തതുമായി ആ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ടായിരുന്നു.
കേസ് തള്ളിയതിനെ തുടർന്ന് സ്ഥലത്തുള്ള കെട്ടിടം ഇപ്പോൾ ഏറ്റെടുത്ത കെട്ടിടം എല്ലാ സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇന്ന് എല്ലാ തഹസിൽദാർക്ക് കൈമാറി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒഴിപ്പിക്കൽ നടപടികൾ 2023 ഏപ്രിൽ മാസം പൂർത്തിയാക്കി കെട്ടിടം സ്ഥലവും സർക്കാർ അധീനതയിൽ എടുത്തിരുന്നതാണ്. അങ്ങനെ സർക്കാർ അധീനതയിൽ തന്നെ ഇരുന്ന കെട്ടിടം സ്റ്റാറ്റസ്കോ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് സ്റ്റാറ്റസ്കോ അതേപടി നിലനിർത്തുകയാണ്. കോടതിയുടെ കേസ് അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് ആ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. മുമ്പ് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ രാജേന്ദ്രൻ സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു തള്ളിയത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി മുമ്പേ നടത്തിയിട്ടുള്ളതാണെന്നും ഇപ്പോൾ ഈ ഭൂമിയിലുള്ള കെട്ടിടം LA സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി കൈമാറിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്പെഷ്യൽ തഹസിൽദാരുടെ കാര്യാലയമെന്ന് സൂചിപ്പിച്ച് കെട്ടിടത്തിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചു. കാന്തല്ലൂർ കരിമ്പാറയിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പയസ് നഗർ മരുതുമൂട്ടിൽ സരീഷിനെ കുളത്തിൽ മരിച്ച നിലയിലും കരിമ്പാറ സ്വദേശി രമേശിനെ വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സരീഷിന്റെ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. രമേശിനെ പുലർച്ചെ സമീപവാസികൾ കണ്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച സരീഷും രമേശും 1 മണിക്ക് വീട്ടിൽ നിന്നും പോയതായി സരീഷിന്റെ അമ്മ ഗ്രേസി പറഞ്ഞു. പിന്നീട് മകനെ കണ്ടിട്ടില്ല. മറയൂർ CI TR ജിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തി കുളത്തിൽ നിന്നും സരീഷിന്റെ മൃതദേഹം കരക്കെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം വിദേശത്ത് ജോലിയിൽ പ്രവേശിച്ചതോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം. ഇതിൽ പ്രതിഷേധിച്ച് 11-ന് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 6 മാസമായി അവധിയെടുത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് അംഗമായ ബെൻസി ജോണി രാജിവെക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സ്ഥലത്തില്ലാത്തതിനാൽ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയ സ്ഥിതിയാണ്. വാർഡിന് പഞ്ചായത്ത് അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ചിലവഴിച്ചു. ചെമ്പകപ്പാറ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും നടപടിയില്ല. വെള്ളമില്ലാത്തതിനാൽ തമ്പാൻ സിറ്റി അങ്കണവാടിയുടെ പ്രവർത്തനം മുടങ്ങി. വാർഡിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ സേവനം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഈ മെമ്പർ ജോലിക്ക് പോയെന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അവർ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് പോയിരുന്നുവെങ്കിൽ അവർ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവരുടെ പുതിയൊരു മെമ്പർ ആ വാർഡിലെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഉണ്ടാകുമായിരുന്നു. ആ ഒരു സാഹചര്യം ഇല്ലാതെ ആ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഒന്നുപോലെ നടക്കാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവർ ഈ പഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം പറയുന്നത് ആ വാർഡിലെ ഈ മെമ്പറുടെ ഉത്തരവാദിത്വം പ്രസിഡന്റ് നിർവഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രസിഡന്റിന്റെ വാർഡിലെ തന്നെ കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ട് പ്രസിഡന്റിന്റെ വാർഡിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് ശേഷം മറ്റൊരു വാർഡിൽ പോയി ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ള വിവരം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ ഈ 6 മാസം കൊണ്ട് ഈ പഞ്ചായത്തിൽ നടന്ന വിവിധ ഫണ്ടുകളുടെ വിനിയോഗം ആ വാർഡിൽ നടക്കേണ്ടത് ഒന്നും അവിടെ നടന്നിട്ടില്ല. അവിടുത്തെ ആ വാർഡിൽ കിട്ടേണ്ട മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ട് പോലും മറ്റൊരു വാർഡിലേക്കാണ് മാറ്റിക്കൊടുത്തത്, അവിടെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ ഉള്ള എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് തൊഴിലുറപ്പ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫണ്ടുകൾ ഇതൊന്നും ആ വാർഡിൽ അവിടെ വിനിയോഗിക്കുന്നതിന് ഇതുവരെ അവിടെ സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് അംഗം എവിടെ പോയി എന്നത് സംബന്ധിച്ച് ജനങ്ങളെ അറിയിച്ചിട്ടില്ല. പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് 6 മാസം അവധിയെടുത്ത വിദേശത്ത് പോയതായി അറിയാൻ കഴിഞ്ഞത്. ഇതോടെ വിവിധ വികസന പദ്ധതികൾ മുടങ്ങിയതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യം എപ്പോഴും ഉണ്ട്. കാരണം ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഒരു ശുപാർശക്കത്ത് വേണമെങ്കിലും ഒരു വാർഡിലെ പ്രശ്നങ്ങളുമായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ആ വാർഡിലെ മെമ്പറാണ് അതിന് ഉത്തരവാദി. ഇപ്പം ഞങ്ങൾക്കൊരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഞങ്ങൾ ഇരട്ടയാർ പഞ്ചായത്ത് വന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ സമയം നോക്കിയിട്ടുണ്ട്. അവിടെ 1-2 പ്രശ്നങ്ങൾ ഈയിടെയൊക്കെ ഉണ്ടായി. അതൊന്നും പറയുവാനോ പരിഹരിക്കുവാനോ ഒരു മെമ്പറില്ലായിരുന്നു. ഈയിടെ ആ അംഗൻവാടിയിലും വെള്ളമില്ലായിരുന്നു. 3 ദിവസം ഈ പാവപ്പെട്ടവരുടെ കുട്ടികൾ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയുണ്ട്. ടീച്ചർമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് വെള്ളമില്ല, കുട്ടികളെ ഇരുത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞത്
വെള്ളം താമസിക്കാതെ അവിടെ പമ്പ് ചെയ്യും, അന്നേരം ഉപയോഗിക്കാം എന്നാണ്. ഈ കുട്ടികളുടെ കാരണവന്മാരൊന്ന് വെള്ളം ഉണ്ടാക്കിയപ്പോൾ പിന്നെ അടുത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ചെന്ന് അടുത്തൊരു വീട്ടിൽ നിന്ന് വെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും അത് പിറ്റേ ദിവസം പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് പഞ്ചായത്ത് മെമ്പറുടെ അടുത്താണ്. പക്ഷെ പഞ്ചായത്ത് മെമ്പർ ഇല്ല. ഗ്രാമപഞ്ചായത്ത് അംഗമായ ബിൻസി ജോണി രാജിവെച്ചിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി പുതിയ അംഗത്തെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ജയസാധ്യതയില്ലാത്തതിനാൽ LDF നേതൃത്വം രാജിവെക്കാതെ അവധിയിൽ പ്രവേശിക്കുന്നതിന് ഒത്താശ നൽകി. വാർഡിലെ വോട്ടർമാരെ വഞ്ചിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ, വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കൊമ്പിൽ, അഭിലാഷ് പരിന്തിരിക്കൽ, മാത്യു കൊച്ചുകുറുപ്പാശ്ശേരി, സുമേഷ് കരിപ്പോട്ട് എന്നിവർ പങ്കെടുത്തു. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ആർമിയുടെ നടപടിയിൽ ദേശവിരുദ്ധത തോന്നിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടെന്ന് കാണിച്ച് ഡോക്ടർ ജോസഫ് മക്കേളി എന്ന വ്യക്തിക്കെതിരെ കട്ടപ്പന DYSPക്ക് പരാതി. യുവമോർച്ച പ്രവർത്തകൻ ഗൗതം കൃഷ്ണനാണ് പരാതി നൽകിയത്. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ ഇന്ത്യൻ ആർമി കടുത്ത നടപടികളുമായി മുമ്പോട്ട് പോകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ ജോസഫ് മക്കേളി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധ പോസ്റ്റ് ഇട്ടതെന്നാണ് യുവമോർച്ച പ്രവർത്തകൻ ഗൗതം കൃഷ്ണയുടെ പരാതി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത വിഭാഗം അധ്യാപകൻ സംഗമേശൻ ഈ പോസ്റ്റിനെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചുവെന്നും പരാതിയിൽ പറയുന്നു. കട്ടപ്പന DYSPക്ക് ഗൗതം പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം നടത്തിയ സിന്ദൂർ എന്ന് പറഞ്ഞ മിഷൻ, പാകിസ്ഥാനിൽ നടത്തിയ മിഷന് എതിരായി ഇന്നലെ ഒരു ഡോക്ടറേറ്റ് ഉള്ളതും അതുപോലെ തന്നെ സംസ്കൃത സർവകലാശാല ശ്രീ ശങ്കരാചാര്യ കോളേജിലെ ഒരു അധ്യാപകനും കൂടി അത് സമൂഹ മാധ്യമങ്ങളിൽ അനാവശ്യമായി ഇന്ത്യൻ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ ഒരു അനാവശ്യമായ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിൻ്റെ അടിക്കുറിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതഭ്രാന്ത് തുടങ്ങി, മുസ്ലിം ഭ്രാന്ത് പാകിസ്ഥാനിലും ഹിന്ദുത്വ ഭ്രാന്ത് ഇന്ത്യയിലും എന്ന് പറഞ്ഞു തുടങ്ങി. അത് ഇന്ത്യയിലെ ജനങ്ങളെ മതസ്പൃത വളർത്താനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഒരു കാരണം വന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ കട്ടപ്പന DYSPക്ക് അതിൻ്റെ പരാതി നൽകുകയും തുടർ അന്വേഷണം വേണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ സമാധാനപരമായി ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള സന്ദേശമാണ് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. പോസ്റ്റിനെതിരെയും എഴുതുകയും പങ്കുവയ്ക്കുകയും ചെയ്ത ആളുകൾക്കെതിരെയും അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ഡ്രിൽ വെള്ളിയാഴ്ച വണ്ടിപ്പെരിയാറിൽ നടക്കും. ഇതിനു മുന്നോടിയായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു. പ്രകൃതിക്ഷോഭങ്ങളോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടായാൽ ദുരന്തത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. വണ്ടിപ്പെരിയാർ 62 മൈൽ വക്കച്ചൻ കോളനിയിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇതിനു മുന്നോടിയായുള്ള ആലോചനാ യോഗം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കില സ്പെഷ്യൽ ഓഫീസർ S. ശ്രീകുമാർ വിഷയാവതരണം നടത്തി. പീരുമേട് തഹസിൽദാർ ശ്രീകുമാർ N, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക റെഡ് ക്രോസ് ദിനാചരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനവും കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഉദ്ഘാടനം ചെയ്തു. ലോക റെഡ് ക്രോസ് ദിനാചരണവും ഇടുക്കി ജില്ലാതല ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ലോക റെഡ് ക്രോസ് ദിനാചരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തെ കാർന്നുനിന്ന ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ് ലഹരി. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓരോ റെഡ് ക്രോസിലെ വോളണ്ടിയേഴ്സ്, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയും ന്യൂസും ഒക്കെ എടുത്തു വെച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളും അതിനനുസരിച്ചുള്ള അക്രമ പ്രവർത്തനങ്ങളും കൊലപാതകങ്ങളൊക്കെ നമ്മുടെ വാർത്തകളിലൂടെ വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റെഡ് ക്രോസിലെ വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ JRC കോഓർഡിനേറ്റർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് കട്ടപ്പന സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് MS നേതൃത്വം നൽകി. നമ്മുടെ
നമ്മുടെ സമൂഹത്തെ കാർന്നിരുന്ന സാമൂഹിക വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം തന്റെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. IRCS സംസ്ഥാന മാനേജിംഗ് കമ്മിറ്റി അംഗം PM ഫ്രാൻസിസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോയി ആനിത്തോട്ടം, ഷാജി നെല്ലിപ്പറമ്പിൽ, GTK ജെയിംസ്, ശരണ്യാമോൾ PS, ആഷ്ലി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ICDS പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന 11 ICDS പ്രവർത്തകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള അധ്വാനിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗണത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഒരു ജീവനക്കാരാണ് അംഗൻവാടി ജീവനക്കാരൻ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന് നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ അംഗൻവാടി ജീവനക്കാരായിട്ടുള്ള ടീച്ചേഴ്സിന്, അതുപോലെ ഹെൽപ്പർമാർക്കും ഒക്കെ ആയിട്ട് അവർക്ക് ഒത്തിരിയേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അവര് അത് നിറവേറ്റി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിച്ച അങ്കണവാടി ജീവനക്കാരെ മൊമെന്റോ നൽകി ആദരിച്ചു. ഈ മാസം 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന BDO മുഹമ്മദ് സാബിറിനെ ഇടുക്കി CDPO ഷിജിമോൾ KS ചടങ്ങിൽ ആദരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റാജ് ജോസഫ്, സ്നേഹ രവി, ഡോളി സുനിൽ, ജെസി തോമസ്, ആലീസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുന്നതിനാൽ ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ 9-ാം തീയതി വെള്ളിയാഴ്ച മുതൽ 10 ദിവസത്തേക്ക് ഗതാഗതം നിരോധിക്കും. ഈ ദിവസങ്ങളിൽ ബാല ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള റോഡ് ഗതാഗതത്തിനായി ഉപയോഗിക്കണമെന്ന് നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് 10 ദിവസത്തേക്ക് അടച്ചിട്ട് നാളെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സമയ കാലയളവിൽ പാല ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ കൂടിയുള്ള റോഡ് യാത്രക്കാരും വാഹനങ്ങളും ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയാണ്. തോപ്രാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 7ാമത് പ്രതിഷ്ഠാ മഹോത്സവം മെയ് 9 മുതൽ 11 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ബിജു വിശ്വംഭരൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുക. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രസാദമൂട്ട, ഉത്സവ പൂജ, ഭഗവത് സേവ, സുബ്രഹ്മണ്യ പൂജ, കലശപൂജ, കലശാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളും, ഇരട്ടയാർ നൃത്തതി നാട്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, തോപ്രാംകുടി വിശ്വദർശന നൃത്ത കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നടനവിസ്മയം, താലപ്പൊലി ഘോഷയാത്ര, ഗാനമേള എന്നിവയും നടക്കും. ഉത്സവത്തിന് മുന്നോടിയായുള്ള അന്നദാന മണ്ഡപത്തിന്റെ പാലുകാച്ചൽ ചടങ്ങും നടന്നു. ക്ഷേത്രം ശാന്തി ബ്രഹ്മശ്രീ ബിജു വിശ്വംഭരൻ തിരുമേനി അടുപ്പിൽ അഗ്നി പകർന്നു. തോപ്രാംകുടി മഹാദേവൻ്റെ 7ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഭാഗമായി തോപ്രാംകുടിയുടെ വലിയ ഒരു പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ഉത്സവ പരിപാടികൾ നടത്തപ്പെടുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അന്നദാന മണ്ഡപത്തിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ശേഷം മംഗളാദേവി അമ്മ തോപ്രാംകുടി മഹാദേവൻ്റെ സന്നിധിയിലെത്തിയതിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള 3 കലം പൊങ്കൽ ഉൾപ്പെടെ ഉള്ള ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും ക്ഷേത്രം മേൽശാന്തി ബിജു വിശ്വംഭരൻ തിരുമേനി കാർമ്മികത്വം വഹിക്കുന്നതുമാണ്. ക്ഷേത്രം പ്രസിഡന്റ് ബിജു ബാലകൃഷ്ണൻ, സെക്രട്ടറി PC സന്തോഷ് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് മണിയമ്മ ബാലകൃഷ്ണൻ, സെക്രട്ടറി ഗ്രീഷ്മ മനു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും.
അയ്യപ്പൻകോവിൽ മേരികുളത്ത് പ്രവർത്തിച്ചിരുന്ന സഹയാത്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പുതിയ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 14 വർഷമായി മേരികുളം ചെമ്പംകുളം ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന സഹയാത്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി മേരികുളം SH കോൺവെന്റ് ബിൽഡിംഗിലേക്കാണ് മാറ്റി സ്ഥാപിച്ചത്. നവീകരിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു. കൂടുതൽ സഹകാരികൾ ഇതിന്റെ ഭാഗമായി മാറുന്നത് അവരിവിടെ നിക്ഷേപിക്കുന്ന തുക അതിന് വർഷത്തിൽ അവർക്ക് ലാഭവിഹിതം ലഭിക്കുമ്പോൾ ബാങ്കിന്റെ പ്രവർത്തനം എത്ര കാര്യക്ഷമമായിട്ടാണ് സുതാര്യമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് സഹകാരികൾ അത് മനസ്സിലാക്കുകയും കൂടുതൽ അവർ മറ്റുള്ളവരെ ഈ ബാങ്കിലോട്ട് നിക്ഷേപം അടയ്ക്കുന്നതിനും ബാങ്കുമായി സഹകരിക്കുന്നതിനൊക്കെ അവർ നല്ല രീതിയിൽ മറ്റുള്ളവരിൽ അറിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായിട്ട് പോകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം മേരികുളത്തിന്റെ ഇത്രയും നല്ലൊരു വികസനം ഇനിയും ഈ പ്രദേശത്തുള്ള കാർഷിക മേഖലയുള്ള അതുപോലെ നെൽക്കൂട്ടങ്ങളടക്കമുള്ള പ്രദേശത്തിന് ഈ ബാങ്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിലും വലിയ രീതിയിൽ ബാങ്ക് വലിയൊരു ബാങ്കായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ ബാങ്കിന്റെ ഉദ്ഘാടനം നടത്തിയതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായിൽ, സഹയാത്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി MD KC ജോർജ്, ബ്രാഞ്ച് മാനേജർ എബിൻ മാർട്ടിൻ, ഫാദർ സക്കറിയാസ് ഇല്ലിക്കമുറിയിൽ, ഫാദർ മാത്യു പായിക്കാട്ട്, ഫാദർ വർഗീസ് കുളമ്പള്ളിൽ, ഫാദർ ജെയിംസ് ഡൊമിനിക് തെക്കേമുറിയിൽ എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഹൈറേഞ്ചിന്റെ കവാടവും അഭിമാനവുമായ ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലത്തിന് 90 വയസ്സ് തികയുന്നു. പെരിയാറിന് കുറുകെ 1930കളിൽ പണികഴിപ്പിച്ച നേര്യമംഗലം പാലമാണ് കഴിഞ്ഞ 9 പതിറ്റാണ്ടായി ഇടുക്കിക്കാർക്ക് പുറം ലോകത്തേക്കുള്ള വാതായനം തുറന്നു നൽകി ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നത്. കേരളത്തെ പിടിച്ചുലച്ച 2 മഹാപ്രളയങ്ങളുടെ അതിജീവനത്തിന്റെ നേർചിത്രമായ നേര്യമംഗലം പാലവും പരിസരങ്ങളും സഞ്ചാരികളുടെ ഇഷ്ടയിടവും കൂടിയാണ്. ഇടുക്കിക്കാർക്ക് നേര്യമംഗലം പാലം ഗൃഹാതുരത ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകൾ നൽകുന്ന പാലമാണെങ്കിൽ മറ്റുള്ളവർക്കും സഞ്ചാരികൾക്കും ഈ പാലം പെരിയാറിന് മുകളിൽ വനത്തോട് ചേർന്നുള്ള കൗതുക നിർമ്മിതി കൂടിയാണ്. ഇതുവഴി ഒരിക്കലെങ്കിലും കടന്നുപോയ ഏതൊരാൾക്കും ഈ പാലത്തെ മറക്കാനാവുമോ എന്നും സംശയമാണ്. അത്രയേറെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുവാൻ കഴിയുന്ന ഒരു കൗതുക അനുഭവമാണ് നേര്യമംഗലം പാലം സമ്മാനിക്കുക. 1924 മഹാപ്രളയത്തിൽ അന്ന് മാങ്കുളത്തുകൂടി ഉണ്ടായിരുന്ന ആലുവ മൂന്നാർ റോഡ് ഒലിച്ചു പോയിരുന്നു. ഇതോടെയാണ് കോതമംഗലത്ത് നിന്നും നേര്യമംഗലത്തെത്തി അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ പാത തുറന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച നേര്യമംഗലം പാലം 1935 മാർച്ച് മാസത്തിൽ അന്നത്തെ ഭരണാധികാരി രാമവർമ്മ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. 100 വർഷത്തെ പഴക്കം വരുന്ന നമ്മുടെ നേര്യമംഗലം പാലം 1924 റാണി സേതു ലക്ഷ്മിഭായി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പണി തുടങ്ങി 1935 നിർമ്മാണം പൂർത്തിയാക്കി ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. അതിനുശേഷം ഈ പാലം ഏറെ വെള്ളപ്പൊക്കങ്ങളും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച് ഈ 2018 വെള്ളപ്പൊക്കത്തിൽ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തുന്ന തരത്തിൽ വെള്ളം മുട്ടുകയും എന്നാലും പാലത്തിന് യാതൊരു കേടുപാടുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ആ പാലം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അടുത്ത ഒരു പാലം ഇപ്പോൾ ഗതാഗത തിരക്ക് മൂലം ഇവിടെ നമ്മുടെ ഗവൺമെൻറ് പണി കഴിപ്പിക്കുമ്പോഴും ഈ പഴയ പാലത്തിൻ്റെ പ്രൗഢി അതേപോലെ നിലനിർത്തി ഇതൊരു സ്മാരകമായി തന്നെ നിലനിർത്തണം എന്നാണ് നേര്യമംഗലം നിവാസികൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാലം മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന പോലെ സുർക്കി മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചിട്ട് പോലും യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഇത്രയും കാലം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഈ പാലം ഒരു സ്മാരകമായി തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പാലം എന്ന നിലയ്ക്ക് നിലനിർത്തണം എന്നാണ് നേര്യമംഗലം നിവാസികളുടെ ശക്തമായ ആവശ്യം.
പുഴയും കാടും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ ഇടുക്കിയുടെ പ്രവേശന കവാടമായി തല ഉയർത്തി നിൽക്കുന്ന നേര്യമംഗലം പാലവും പരിസര പ്രദേശങ്ങളും ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. പാലത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ഇതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റണമെന്നും പാലത്തോട് ചേർന്നുള്ള ബോട്ട് ജെട്ടി പ്രവർത്തനക്ഷമമാക്കി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കണമെന്നും ആവശ്യമുയരുന്നു. അതുപോലെ ഇവിടെ മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ വളരെയേറെ ആളുകൾ ഈ ഭാഗത്ത് വന്ന് കുളിക്കുകയും അതുപോലെ ഇവിടെ ഒക്കെ കാണാനായിട്ട് വരികയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോട്ട് ജെട്ടി തുറന്നിട്ടുണ്ടെങ്കിൽ ആ ബോട്ട് ജെട്ടിയിൽ ഇതുവരെ ബോട്ട് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ അതിനുശേഷം ബോട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ബോട്ട് ഭൂതത്താൻകെട്ടിൽ നിന്നും ഇവിടം വരെ ബോട്ട് വരാം. അങ്ങനെ ബോട്ട് വന്ന് പ്രവർത്തനം ആരംഭിക്കണം എന്നും നാട്ടുകാർക്ക് വളരെ അതിശക്തമായി ആഗ്രഹമുണ്ട്. ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറായാൽ കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നത് തീർച്ചയാണ്. അത് നേര്യമംഗലം എന്ന പ്രദേശത്തിന്റെയും നേര്യമംഗലം പാലത്തിന്റെയും പേരും പെരുമയും ഉയർത്തും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട 220. വിൽപ്പനയ്ക്ക് വന്നത് 68,838. വിൽപ്പന നടന്നത് 67,066. കൂടിയ വില 2,959. ശരാശരി വില 2,042. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ. ഏലം കൂടിയ വില 2,100. ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 440. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,130 രൂപ. വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുമാറ്റിയ വനം വകുപ്പിന്റെ നടപടി നെറുകേടെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആളുകൾ കുടിയേറി കൃഷി ചെയ്ത് താമസിക്കുന്ന പ്രദേശമാണ് തൊമ്മൻകുത്ത്. ഇതിനുള്ള എല്ലാ തെളിവുകളും അവിടെയുണ്ടെന്നും CV വർഗീസ്. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി സ്ത്രീക്ക് പരിക്ക്. മുഖത്തിന് പരിക്കേറ്റ ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണു പരിക്കേറ്റതാണെന്ന് വനം വകുപ്പ്. ഇരുചക്രവാഹന യാത്രക്കാരെ പിന്നിൽ നിന്നും വന്ന വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് പരാതി. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട്. അപകടത്തിൽ ഇരട്ടയാർ സ്വദേശി ഷിജോ സെബാസ്റ്റ്യനും മകൾക്കും പരിക്ക്. 2023 ഏപ്രിൽ 20 ദേവികുളം LR തഹസിൽദാർ ഏറ്റെടുത്ത മൂന്നാർ ഇക്ക നഗറിന് സമീപമുള്ള MG നഗറിൽ സർവേ നമ്പർ 912 ഉൾപ്പെട്ട സ്ഥലത്തെ കെട്ടിടം ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാരുടെ താൽക്കാലിക ഓഫീസാക്കി മാറ്റി റവന്യൂ വകുപ്പ്. ഇപ്പോഴത്തെ നടപടി ഭൂമിയും വീടും ഏറ്റെടുത്ത നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് മുൻ MLA S രാജേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.